ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2014 പുറത്തിറങ്ങിയ ബോരി എന്ന ഹിന്ദി മൂവിയാണ്. കല്യാണത്തിന് ശേഷം ഭർത്താവിന്റെ നാട്ടിലേക്ക് എത്തുന്ന നമ്മുടെ നായികയ്ക്ക് ആ നാട്ടിൽ വെച്ച് സംഭവിക്കുന്ന കുറേയധികം പ്രശ്നങ്ങളും അതേ തുടർന്നുണ്ടാവുന്ന അവളെ ദുരിതവുമാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. അതെന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാക്കാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്കധികം സമയം കളയാതെ നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ തുടക്കത്തിൽ ഈ മൂവിയിലെ നായകനായ ധൻവറിനെ കാണിക്കുന്നു. ഇന്നവന്റെ 4ാമത്തെ കല്യാണമാണ്. അവനിപ്പോ കല്യാണം കഴിച്ചിരിക്കുന്നത് ബോരി എന്ന് പറയുന്ന നമ്മുടെ നായികനെയാണ്. ഈ ധൻവറിന് മുമ്പുണ്ടായിരുന്ന 3 ഭാര്യമാരും എന്തൊക്കെയോ അസുഖങ്ങൾ ബാധിച്ച് മരിച്ചു. അതുകൊണ്ടാണ് ഇപ്പൊ ഇയാൾ 4ാമതായി നായികനെ കല്യാണം കഴിച്ചിരിക്കുന്നത്. പിന്നെ ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുഗ്രാമത്തിലാണ്. അവിടെയുള്ള ഓൾമോസ്റ്റ് ആൾക്കാരും കൂലിപ്പണി ചെയ്താണ് ജീവിക്കുന്നത്. നമ്മുടെ നായകനും അത്തരത്തിലുള്ള ഒരാളായിരുന്നു. അടുത്ത സീനിൽ ആ ഗ്രാമത്തിലെ മെയിൻ ആയിട്ടുള്ള ഒരു 5 ആൾക്കാരെ കാണിക്കുകയാണ്. ആദ്യത്തെ ആള് ചൗധരി. ഇയാൾ ആ നാട്ടിലെ പ്രമാണിയാണ്. രണ്ടാമത്തെ ആള് ഒരു മാനേജറാണ്. എന്തിന്റെ മാനേജറാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലെ ആൾക്കാർ പ്രധാനമായിട്ടും ജോലി ചെയ്യുന്നത് അവിടുത്തെ ചെങ്കൽ ചൂളയിലാണ്. അതിന്റെ മാനേജറാണ് ഇയാള്. അടുത്ത ആൾ അവിടുത്തെ അമ്പലത്തിലെ പൂജാരിയാണ്. പിന്നെയുള്ളത് ആ ഗ്രാമത്തിലെ ഒരേ ഒരു ഡോക്ടർ. പിന്നെയുള്ളത് ലാല എന്ന് പറയുന്ന അവിടുത്തെ ഒരു പണക്കാരനും. അങ്ങനെ ഈ പറഞ്ഞ ഈ 5 ആൾക്കാരും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്തിരുന്ന് നമ്മുടെ നായകൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന നായകനെ പറ്റി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ കിളവനൊരു കിളുന്ത് പെണ്ണിനെയാണ് കിട്ടിയിരിക്കുന്നത്. കെട്ടിയത് അയാളാണെങ്കിലും അവള് നമുക്കുള്ളതാണെന്നൊക്കെ ഈ സമയത്ത് ആ കൂട്ടത്തിലുള്ളവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം തന്നെ ആ ഗ്രാമത്തിലുള്ള ഒരു പെൺകുട്ടി അവിടേക്ക് വന്ന് ഇവൾക്ക് മാനസികമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഇവരുടെ എനിക്ക് ഫുഡ് വാങ്ങിത്താന്നൊക്കെ പറയുവാണ്. ഇത് കാണുന്ന സമയത്ത് ആ ഡോക്ടർ ഒന്ന് പോ നോക്കടി പെണ്ണെന്നും പറഞ്ഞ് ആ പെണ്ണിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു. അടുത്ത സീനിൽ അന്ന് രാത്രി നമ്മുടെ നായകന്റെ നായികന്റെ ഫസ്റ്റ് നൈറ്റ് കാണിക്കുവാണ്. അറ്റ് ദ സെയിം ടൈം തൊട്ടു മുമ്പത്തെ സീനിൽ കാണിച്ച ആ മാനസിക നില തെറ്റിയ കുട്ടിയില്ലേ, ആ പെൺകുട്ടി, അവളെ ഇപ്പൊ ഒരു കാട്ടുപ്രദേശത്ത് വെച്ച് 2-3 ആൾക്കാർ കൂടി റേപ്പ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. റേപ്പ് ചെയ്യും മാത്രമല്ല, അതിനുശേഷം അവളെ കൊന്ന് അവിടെ അടുത്തുള്ള പുഴയിൽ വിട്ടിട്ട് അവര് പോവുകയാണ്. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനില് ആ പെൺകുട്ടിയുടെ മുത്തശ്ശി അവളെ അന്വേഷിച്ച് ആ നാട് മുഴുവൻ നടക്കുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത ദിവസം രാവിലെ കാണിക്കുന്നു. ഇപ്പൊ നായിക വീടിന്റെ മുറ്റെല്ലാം അടിച്ചു വരാൻ തുടങ്ങുന്ന സമയം ഇങ്ങനെ ഞാൻ അടിച്ചു വരാമെന്നും പറഞ്ഞ് നായകൻ ജോലി പിടിച്ചു വാങ്ങുന്നു. എന്നിട്ട് അവൻ ആ ജോലിയെല്ലാം ചെയ്യാൻ തുടങ്ങുവാണ്. ഇതിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നായകൻ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടെന്ന്. എന്നാൽ ഈ സമയം ഈ കാഴ്ച കണ്ടുകൊണ്ട് അയൽവക്കക്കാരി അവിടേക്ക് വരുവാണ്. ഓ ചേട്ടൻ ഇവളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കാതിരുന്ന എങ്ങനെയാ? ഒരു കാര്യം ചെയ്യേ, വെള്ളം എടുക്കാനുള്ള കുടം എടുത്തു കൊടുക്ക്, ഞാൻ അവളെ കൂടെ കൊണ്ടായിക്കോളാം. ഇത് കേട്ട നായകൻ കുടം എടുത്തു കൊടുക്കുന്നു. അങ്ങനെ ഇപ്പൊ അവർ രണ്ടുപേരും കൂടി വെള്ളം എടുക്കാൻ വേണ്ടി അവിടുത്തെ പൈപ്പിന്റെ അടുത്തേക്ക് വരുവാണ്. ഈ സമയം നായക ഒരു കാഴ്ച കാണുന്നു. അവിടുത്തെ പൂജാരിയില്ലേ, ആ പൂജാരി അവിടെ വെള്ളം എടുക്കാൻ വന്ന ഒരു പെണ്ണിന് 20 രൂപ കൊടുത്ത് ഇന്ന് നൈറ്റ് എന്റെ വീട്ടിലേക്ക് വരണം എന്നൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ ഇത് കണ്ട നായിക കൂടെയുള്ള ആ ചേച്ചിനോട് ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ആ ചേച്ചി പറഞ്ഞു കൊടുക്കുവാണ്, ഇന്ന് രാത്രി അയാളുടെ കൂടെ കിടക്കാനുള്ള തുകയാണ് അയാൾ ഇപ്പൊ ആ പെണ്ണിന് കൊടുത്തത്. അവരെ അയാളെ വീട്ടിലേക്ക് വിളിച്ചതാണ് അയാളെന്ന്. പിന്നെ ഈ നാട്ടിലെ ഭൂരിഭാഗം പെണ്ണുങ്ങളും പൈസയ്ക്ക് ആവശ്യം വന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. സോ നിനക്കും ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, വേണ്ട ഏർപ്പാട് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് ഈ സമയം ലേഡി പറയുന്നു. എനിക്ക് അങ്ങനെയൊന്നും ചെയ്യുന്നത് ഇഷ്ടമല്ല, അങ്ങനെ സമ്പാദിക്കുന്ന പണമൊന്നും എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് നായിക കാര്യം നിരസിക്കുന്നു. അടുത്ത സീനില് ഇന്നലെ 2-3 ആൾക്കാരെ റേപ്പ് ചെയ്ത് ആ പുഴയിൽ ഉപേക്ഷിച്ച പെണ്ണില്ലേ, അവളുടെ ബോഡി ഇപ്പം നാട്ടുകാരും പോലീസുകാരോട് കണ്ടെത്തുവാണ്. അങ്ങനെ ഇപ്പൊ ആ പെൺകുട്ടിനോട് ഇങ്ങനെല്ലാം ചെയ്ത് ആ പെൺകുട്ടീനെ ഇവിടെ കൊന്നിട്ട് ആരാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി പോലീസുകാർ ഇറങ്ങുന്നു. അങ്ങനെ പോലീസുകാർ ഒടുവിൽ അത് കണ്ടുപിടിക്കുവാണ്. ചൗധരി എന്ന് പറയുന്ന അവിടുത്തെ ആ പ്രമാണിയില്ലേ, അയാളുടെ അനിയന്മാരാണ് ഈ കാര്യം ചെയ്തത്. അങ്ങനെ ചൗധരി അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെ മീതി പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്യുന്നു. ഇതേ സമയത്തും ചൗധരി അടക്കമുള്ള ആ നാട്ടിലെ മുഖ്യന്മാരെല്ലാം സുന്ദരിയായ നായികനെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹമായിട്ടായിരുന്നു നടപ്പ്. പിന്നീട് അങ്ങോട്ട് അവർ അതിനുവേണ്ടി പല രീതിയിലുള്ള അപ്രോച്ച് നടത്തുന്നുണ്ടെങ്കിലും ഒന്നും ഏൽക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം അയൽവക്കത്തുള്ള ലേഡി ഉണ്ടല്ലോ, അവരവരുടെ മകനെയും കൊണ്ട് നായികന്റെ വീട്ടിലേക്ക് എത്തുവാണ്. എന്നിട്ട് പറയാണ്, എന്റെ മകന് തീരെ സുഖമില്ല, നിങ്ങളുടെ കയ്യിൽ പൈസ വല്ലതും ഇരിപ്പുണ്ടാവുമോ ഇവനെന്ന് ആശുപത്രി കൊണ്ടുപോകാനെന്ന്. ഇത് കേൾക്കുന്ന സമയത്ത് നായികന്റെ അമ്മായിയമ്മ ആ ലേഡിക്ക് കുറച്ച് പണം എടുത്തു കൊടുക്കുന്നു. അങ്ങനെ ഇപ്പൊ ആ പണവും വാങ്ങി ആ ലേഡി ആ കുട്ടീനെയും കൊണ്ട് അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തുവാണ്. നായിക ഈ സമയം കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ആ കുട്ടീനെ ചെക്ക് ചെയ്യുന്നത് അവിടുത്തെ ഡോക്ടർ ആയിരുന്നു. അങ്ങനെ ആ കുട്ടീനെ പരിശോധിച്ച് മരുന്നുകളെല്ലാം എഴുതി കൊടുത്തിട്ട് അയാൾ വന്ന് നായികന്റെ അടുത്ത് സംസാരിക്കുകയും അവളെ ടച്ച് ചെയ്യുകയും അവളെ വളയ്ക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുവാണ്. അടുത്ത സീനിൽ നായകനടക്കം ആ ഗ്രാമത്തിലെ ഭൂരിഭാഗം ആൾക്കാരും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ചെങ്കൽ ചുള കാണിക്കുവാണ്. അവിടുത്തെ മാനേജർ ഇപ്പൊ എല്ലാ പണിക്കാരെയും വിളിച്ചു കൂട്ടിയിട്ട് അവരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം പറയുന്നു. ഇനി വരുന്ന 1-2 ആഴ്ചത്തേക്ക് അവിടെ ആർക്കും പണി ഉണ്ടാവില്ല. അങ്ങനെ അയാൾ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് ഇവരെല്ലാം ആകെ ഷോക്ക് ആവുന്നു. കാരണം അവരെല്ലാം അന്നു കിട്ടുന്ന കൂലി കൊണ്ട് ദിവസം കഴിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരല്ലേ. അപ്പൊ 2 ആഴ്ചത്തേക്ക് ജോലി ഇല്ലാന്ന് പറഞ്ഞ ഇവരുടെ കാര്യം വല്ലാത്ത കഷ്ടാവും. അങ്ങനെ ഇപ്പൊ അതിൽ ആശങ്ക തോന്നി നമ്മുടെ നായകൻ മാനേജറോട് ഡയറക്റ്റ് അടിച്ചു ചോദിക്കുവാണ്, 2 ആഴ്ച പെട്ടെന്ന് ജോലി ഇല്ലാന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ എങ്ങനെ ഭക്ഷണം കഴിക്കും, ഞങ്ങൾ എങ്ങനെ കഴിഞ്ഞു പോകുന്നൊക്കെ. ഇത് കേൾക്കുന്ന മാനേജർ ഒരു മടിയില്ലാതെ നായകന്റെ മുഖത്ത് നോക്കി പറയുവാണ്, ചെലവിനെ പറ്റി ആലോചിച്ചാൽ നീ ടെൻഷൻ ആവുന്നെങ്കിൽ ഒരു കാര്യം ചെയ്യേ, ഒരു കിളുന്ത് പെണ്ണിനെ നീ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ലേ, അവളെ 2-3 ദിവസത്തേക്ക് എന്റെ വീട്ടിലേക്ക് വിട്, ഞാൻ അവളോടൊപ്പം ഒന്ന് എൻജോയ് ചെയ്തിട്ട് കുറച്ച് പണം അവൾക്ക് കൊടുത്തു വിട്ടേക്കാന്ന്. ഇത് കേട്ട് നായകനാകെ ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ മുതലാളിയില്ലേ, തിരിച്ചെന്തെങ്കിലും പറയാനോ ചെയ്യാനോ കഴിയില്ലല്ലോ. അങ്ങനെ ആ സീനുടെ കട്ടയെ അടുത്ത സീനില് നമ്മുടെ നായിക അടുത്തുള്ള ആ വീട്ടിലേക്ക് എത്തുവാണ്. ഈ സമയം മിറ്റത്തെ ഒരു കട്ടില് ആ സുഖമില്ലാത്ത ആ കുട്ടി കിടപ്പുണ്ട്. എന്നാൽ അവന്റെ അമ്മേനെ കാണുന്നില്ല. അപ്പൊ നായിക വീടിനടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ആ വാതിൽ അടച്ചു കിടക്കുമായിരുന്നു. സംഭവം പണത്തിന് വേണ്ടി ആ ലേഡി അന്ന് പറഞ്ഞ പോലെ അവളിപ്പോ ആരുടെ കൂടെ കിടക്ക പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞ് നായികയ്ക്ക് ആകെ വല്ലാതാവുന്നു. അങ്ങനെ നായിക അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന അതേ
സമയം തന്നെ ആ ലേഡീന്റെ ഭർത്താവ് അവിടേക്ക് വരുവാണ്. അയാളെ പോയി ഈ കാഴ്ച കണ്ട് തകർന്നു പോകണ്ടെന്ന് വിചാരിച്ച് നായിക ഇപ്പൊ അയാളെ തടയുന്നു. അങ്ങനെ നായിക അയാളെ തടയുന്ന സമയത്ത് ചേട്ടന് ഇപ്പൊ അകത്തേക്ക് പോകണ്ടെന്ന് അവള് പറയുമ്പോ അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. അങ്ങനെ അയാൾ അവിടെ ഇരുന്ന് ഒരുപാട് കരയുന്നു. അങ്ങനെ അന്ന് നൈറ്റ് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നായിക ഈ കാര്യങ്ങളെല്ലാം നായകനോട് ഷെയർ ചെയ്യുന്നു. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ ഈ ഗ്രാമത്തിൽ ജീവിച്ചു പോകണമെങ്കിൽ അങ്ങനെ പലതും ചെയ്യേണ്ടി വരും. എന്റെ ചെറുപ്പകാലത്ത് ബുദ്ധിമുട്ടുമുണ്ട്. എന്റെ അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളും അതുപോലെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീയോ ഒക്കെ ആണെങ്കിൽ നീയോ അങ്ങനെ ചെയ്തോ, ഞാൻ നിന്നെ തടയില്ല എന്ന് ഈ സമയം നായകൻ നായികനോട് പറയുന്നു. അയാളുടെ ഇപ്പത്തെ അവസ്ഥ കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇത് കേട്ട് നായികയ്ക്ക് ആകെ ദേഷ്യം വരുന്നു. ഒന്നുമില്ലെങ്കിലും ഈ കാര്യം പറഞ്ഞത് അവളെ ഭർത്താവല്ലേ. അങ്ങനെ ഈ കാര്യം കേട്ട് അവളെ ഭർത്താവിനോട് ദേഷ്യപ്പെടുവാണ്. എന്നെ കല്യാണം കഴിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത് നിങ്ങളാണ്. സോ ഞാൻ നിങ്ങളുടെ മാത്രം ഭാര്യയായിരിക്കും, അല്ലാതെ നാട്ടുകാരുടെ മൊത്തം ഭാര്യയാവില്ല. എന്നാലും അതേപോലത്തെ ആ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം തരാൻ നോക്ക്, അതല്ലെങ്കിൽ എനിക്ക് വേണ്ട, ഞാൻ പട്ടിണി കിടന്ന് ചത്തോളാം. അങ്ങനെ നായിക ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് നായകനൊക്കെ വല്ലാതാവുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ അവൻ മാനേജറെ കാണാൻ വേണ്ടി എത്തുവാണ് അവിടേക്ക്. എന്നിട്ട് മാനേജർ പറയുവാണ്, 2-3 ആഴ്ച ജോലി ഇല്ലാന്നല്ലേ സാറ് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് വരെ പണിയെടുത്തതിന്റെ കൂലി എനിക്ക് തന്നിട്ടില്ലല്ലോ, അതത്ര വേഗം തരണം. ഇത് കേട്ട മാനേജർ പറയാണ്, എടാ ഞാൻ പറഞ്ഞില്ലേ തനിക്ക് വേണ്ടത്ര പണം ഞാൻ തരാം, തന്റെ ഭാര്യനെ കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ പറഞ്ഞതല്ലേ, എന്താ കൂട്ടിക്കൊണ്ട് വന്നോ? ഇത് കേട്ട നായകന് ദേഷ്യം വരുന്നു. നായകൻ മാനേജറോട് എതിർത്ത് സംസാരിക്കുന്നു. എന്ത് ധൈര്യം ഉണ്ടായിട്ടാടാ എന്നോട് നീ എതിർത്ത് സംസാരിക്കുന്നതെന്നും പറഞ്ഞ് അയാളുടെ ആൾക്കാരും കൂടി നായകൻ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടുന്നു. അങ്ങനെ അതിൽ ഒരുപാട് പരിക്ക് പറ്റി നമ്മുടെ നായകൻ വീട്ടിലേക്ക് എത്തുന്ന സമയം ഇത് കണ്ട നായിക അവന്റെ അമ്മയും കൂടി അവിടേക്ക് ഡോക്ടറെ വിളിച്ചു വരുത്തി അവനെ ട്രീറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഇന്ന് നല്ല ചവിട്ട് കിട്ടിയുണ്ട് നായകൻ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ നായകൻ വൊമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഡോക്ടർ ഇപ്പൊ നായകനോട് പറയുകയാണ്, ഇയാളുടെ ബ്ലഡ് സാമ്പിൾ എടുത്ത് ഇയാൾക്ക് മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്ന്. ഇത് കേട്ട നായിക അതിന് എന്ത് ചെലവ് വരും ഡോക്ടറെ ചോദിക്കുകയാണ്. ചെലവിന്റെ കാര്യമൊന്നും നോക്കണ്ട, നീ നാളെ നിന്റെ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് എന്നെ ക്ലിനിക്കിലേക്ക് വാ, കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആക്കാന്ന് ഡോക്ടർ പറയുന്നു. ഡോക്ടർ സംസാരിച്ച് വരുന്ന എവിടേക്കാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ നായിക ഈ സമയം, നിങ്ങളുടെ ക്ലിനിക്കിലേക്ക് വരാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്റെ കയ്യിൽ കുറച്ച് പണം ഇരിപ്പുണ്ട്, ഞാനത് തരാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ സാമ്പിൾ കളക്ട് ചെയ്ത് കൊണ്ടുപോയി വേണ്ട ടെസ്റ്റുകൾ നടത്തിക്കോളാൻ പറഞ്ഞ് നായിക പണം എടുത്തു കൊടുക്കുന്നു. അങ്ങനെ അയാളുടെ പ്ലാനിങ് എല്ലാം ചീറ്റിപ്പോയി. അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായികയാണെങ്കിൽ ഭർത്താവ് എത്രയും വേഗം ഓക്കെ ആവണേന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്പലത്തിലേക്ക് വരുവാണ്. ഈ സമയം അവിടുത്തെ പൂജാരിനെ അവൾ കാണുന്നുണ്ട്. അപ്പൊ ആ പൂജാരിയോട് ഭർത്താവിന് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹം എത്രയും പെട്ടെന്ന് ഓക്കെ ആവാൻ വേണ്ടി എന്തെങ്കിലും ഒരു പൂജ നടത്തണമെന്ന് പറയുന്നു. ഒരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി നീ ഇങ്ങോട്ട് വാ, നമുക്കൊരു പൂജ നടത്താമെന്ന് ഈ സമയം പൂജാരി പറയുന്നു. പൂജാരിക്ക് ഇവളെ സ്വന്തമാക്കണമെന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ ഒരു ലക്ഷ്യമായിട്ടാണ് അവളെ ഇന്ന് രാത്രി അയാൾ ഇവിടേക്ക് വിളിപ്പിച്ചത്. എന്നാൽ ഇത് നായികയ്ക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ നായിക രാത്രി അവിടേക്ക് പോവാന്ന് വിചാരിച്ച് അടുത്ത സീനിൽ വീട്ടിലേക്ക് എത്തി ഭർത്താവിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുവാണ്. ഇന്ന് രാത്രി ഞാൻ ആ പൂജ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഭേദമാവുന്നതിന്റെ മനസ്സ് പറയുന്നു എന്നൊക്കെ നായിക പറയുമ്പോൾ ആ പൂജാരിന്റെ ഉദ്ദേശം ഇന്നതാണെന്നും പറഞ്ഞ് ഭർത്താവ് അവൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോഴാണ് അവൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത്. അങ്ങനെ എല്ലാം മനസ്സിലാക്കിയോണ്ട് അവൾ അവിടേക്ക് പോകുന്നില്ല. അങ്ങനെ പൂജാരിന്റെ പ്ലാനും പൊളിയുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അടുത്ത സീനിൽ അവർ 5 പേരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ഇപ്പൊ അവരൊരു പ്ലാൻ ഇടുവാണ്. ആക്ച്വലി ഡോക്ടർ നായകന്റെ ബ്ലഡ് സാമ്പിൾ എല്ലാം കളക്ട് ചെയ്ത് അതെല്ലാം ചെക്ക് ചെയ്തായിരുന്നല്ലോ, അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു കാര്യം ചെയ്യാം, അയാൾക്ക് എയ്ഡ്സ് വ്യാധിയാണെന്ന് നാട് മുഴുവൻ പറഞ്ഞു നടക്കാം. ഈ അസുഖത്തിനെ പറ്റി അധികം അറിയില്ലാത്ത നാട്ടുകാരോട് അത് പകരുന്ന ഒരു അസുഖം കൂടിയാണെന്ന് പറയുവാണെങ്കിൽ അത് കേട്ട് വിശ്വസിക്കുന്ന മണ്ടനായ നാട്ടുകാര് അയാളെ ഇവിടുന്ന് തന്നെ ഓടിച്ചോളും. അങ്ങനെ അയാൾ ഇവിടെ വിട്ടു പോയാ പിന്നെ ആ പെണ്ണിനോട് ജീവിക്കണമെങ്കിൽ നമ്മുടെ ആവശ്യപ്രകാരം നമ്മളോട് സഹകരിക്കേണ്ടി വരും. അങ്ങനെ നമ്മളെല്ലാം ആഗ്രഹിച്ച് നടക്കും. അങ്ങനെ അവർ ഇതേപോലത്തെ ഒരു പ്ലാനിംഗ് ഉണ്ടാക്കി അടുത്ത ദിവസം നാട്ടിലെ ആൾക്കാരെല്ലാം വിളിച്ചുകൂട്ടി ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം ഷെയർ ചെയ്യുന്നു. അങ്ങനെ അവര് പറയുന്ന ഈ പച്ചക്കള്ളം കേട്ടിട്ട് നാട്ടുകാരെല്ലാം അവരോട് ഈ നാട് വിട്ടു പോകണമെന്ന് പറയുവാണ്. ഈ സമയം ഇതെല്ലാം കേട്ട് നായിക നാട്ടുകാരോടും അവരോടെല്ലാം കെഞ്ചുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയതായിരിക്കും, എന്റെ ഭർത്താവിന് അങ്ങനത്തെ അസുഖമൊന്നും വരാൻ ചാൻസ് ഇല്ല എന്നൊക്കെ. എന്നാൽ അവരാരും അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ നായകനും കൊടുമ്പോ അവിടെയുള്ളവരുടെ ആ വീട് ഉപേക്ഷിച്ച് അവിടുന്ന് ഒരു കുറച്ച് ദൂരം മാറി ഒരു കുടില് കെട്ടി താമസിക്കാൻ തുടങ്ങുന്നു. നായകൻ ഒറ്റയ്ക്ക് അവിടെ വിട്ടു പോകുന്നായിരുന്നു അവന്മാര് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പോകുമ്പോ നായകൻ കുടുംബത്തിനെയും കൂട്ടി പോകുന്ന അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കുന്ന സമയത്താണ് ആ ഗ്രാമത്തിലേക്ക് എന്തൊരു ഡോക്യുമെന്ററി തയ്യാറാക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരനായ പയ്യൻ വരുന്നത്. പോലീസുകാരുടെ അടുത്ത് നിന്ന് വേണ്ട പെർമിഷനും വാങ്ങിയിട്ടാണ് അവൻ ആ ഗ്രാമത്തിലേക്ക് വരുന്നത്. ഇതേ സമയം നായകനെ കാണിക്കുന്നു. ആ ചെങ്കൽ ചൂളയിൽ ഇപ്പൊ പണിയെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. എന്നാൽ നായകൻ അവിടേക്ക് പോയി പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. പിന്നെ കൂടെ ഉള്ളത് നായകന്റെ അമ്മയല്ലേ, അവർക്ക് പ്രായമായോണ്ട് അവർക്കും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ നായികയാണ് പണിക്ക് പോകുന്നത്. അങ്ങനെ നായിക ഒരുപാട് കഷ്ടപ്പെട്ട് ജോലികളെല്ലാം ചെയ്യുവാണ്. എന്നാൽ ഇതേ സമയം വീട്ടിലുള്ള നമ്മുടെ നായകന് ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. അടുത്ത സീനിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നായികനെ വീണ്ടും കാണിക്കുന്നു. ഇപ്പൊ അവിടുത്തെ ആ മാനേജർ അവളെ പണിയുന്നതിന്റെ അടുത്ത് വന്നിരുന്ന് അവളെ ഇങ്ങനെ സൈറ്റ് അടിക്കുകയോ അവളെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവിടേക്ക് ആ ഡോക്യുമെന്ററി തയ്യാറാക്കിയ പയ്യൻ വന്നിട്ട് അയാളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ ചെങ്കൽ ചൂടേന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി അയാളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ നായിക അന്ന് അയാളുടെ കയ്യിൽ നിന്ന് സ്കൂട്ടായി. അടുത്ത ദിവസം നായിക പണി ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് അയാളെ നായികയുടെ അടുത്ത് വന്ന് സംസാരിക്കുവാണ്. നീ എന്തിനാ പെണ്ണിങ്ങനെ കഷ്ടപ്പെടുന്നത്? നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായ നീ ചോദിക്കുന്ന എമൗണ്ട് ഞാൻ നിന്റെ കയ്യിൽ വെച്ച് തരും. പിന്നീട് അങ്ങോട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിനക്ക് സുഖമായിട്ട് ജീവിക്കാം. ഈ സമയത്ത് അയാൾ സംസാരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ട് ദേഷ്യം വരുന്ന നായിക അതിന് നിങ്ങൾ വേറെ ആളെ നോക്കിയാൽ മതി, എന്നെ കിട്ടില്ല എന്നും പറഞ്ഞ് നായിക അവിടെ നിന്ന് അങ്ങനെ പോവുകയാണ്. അങ്ങനെ അന്ന് രാത്രി ആ ഡോക്യുമെന്ററി എടുക്കാൻ വന്ന പയ്യനാണെങ്കിൽ വഴി തെറ്റി നായകനൊക്കെ ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമില്ലേ അവിടേക്ക് എത്തുവാണ്. അവന് ഗ്രാമത്തിലേക്ക് പോകാനുള്ള വഴി അറിയത്തില്ല. ഈ സമയം അവനൊന്ന് വഴി കാട്ടിയിട്ട് വരാൻ പറഞ്ഞ് നായകനെ അവന്റെ കൂടെ പറഞ്ഞു വിടുവാണ് നായകൻ. അങ്ങനെ ഇപ്പൊ നായിക പയ്യനെയും കൂട്ടിക്കൊണ്ട് അവന് വഴി കാട്ടിക്കൊടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത്
സമയത്ത് അവരങ്ങനെ സംസാരിച്ചാണ് വരുന്നത്. പെട്ടെന്ന് ചെളി ചവിട്ടി നായിക തന്നെ വീഴുന്നു. പിടിക്കാൻ തുടങ്ങുമ്പോൾ ആ പയ്യനും അവിടെ വീഴുവാണ്. ഈ സമയം അവർക്ക് രണ്ടുപേർക്കും ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്ത് അവരോട് വെച്ച് റൊമാൻസ് എല്ലാം ചെയ്യുന്നു. ഈ സമയം ഗതികേടിന് ഈ കാഴ്ച അവിടെയുള്ള ഒരു നാട്ടുകാരൻ കാണുവാണ്. അങ്ങനെ അയാളത് നാട് മുഴുവൻ അറിയിക്കുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ നാട്ടുകാര് അടുത്ത ദിവസം ആ പയ്യനെ എടുത്തിട്ട് ചാമ്പുന്നു. എന്നിട്ട് ആ നാട്ടിൽ നിന്ന് തുരത്തുകയും ചെയ്യുവാണ്. അതിനുശേഷം നാട്ടുകാരെല്ലാം വിളിച്ചുകൂട്ടി ഈ നടന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവർ ഷെയർ ചെയ്യുന്നു. ഇപ്പൊ നായികന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടായോണ്ട് നായിക ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നുള്ള രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെ നായികയ്ക്ക് വേണ്ട ശിക്ഷ കൊടുത്ത് നായികനെ ഇവിടുന്ന് കല്ലെറിഞ്ഞ് ഓടിക്കണം എന്നുള്ളൊരു തീരുമാനം നാട്ടുകാർ കൂടിയെടുക്കുവാണ്. ഈ സമയം നായികന്റെ അമ്മായിയമ്മ അതിനെ എതിർക്കുന്നു. അവളെ ഇത്രയൊക്കെ കുറ്റം പറയാനായിട്ട് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങൾ പലരും ഇവളെ സ്വന്തമാക്കണമെന്ന് വിചാരിച്ച് ഇവളുടെ പുറകെ എത്ര നാൾ നടന്നതാ? ഇനി ഇവള് ചെയ്ത് തെറ്റല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അതേ തെറ്റ് ഈ നാട്ടിലെ പല പെണ്ണുങ്ങളും ചെയ്യാറുണ്ട്. എന്താ സത്യമല്ലേ? എന്നാൽ അവർക്കൊന്നും കൊടുക്കാത്തൊരു ശിക്ഷ ഇവൾക്ക് കൊടുക്കാൻ കാരണം എന്താ? പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പെണ്ണിന്റെ മാത്രം ഇഷ്ടങ്ങളാണ്. അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും റൈറ്റ് ഇല്ലെന്ന് നായകന്റെ അമ്മായിയമ്മ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് എല്ലാവരെയും വായടയുന്നു. അങ്ങനെ അവൾക്ക് ശിക്ഷ കൊടുക്കാതെ എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. ഈ സമയം നായകനാകെ വല്ലാതെ നിൽക്കുവാണ്. തന്റെ ഭാര്യ തന്നെ ചീറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയാണ് നായകനുള്ളത്. ഈ സമയം ഇത് മനസ്സിലാക്കിയ നായകന്റെ അമ്മ നായകനെ ചെന്ന് സമാധാനിപ്പിക്കുന്നു. എന്നാൽ നായകൻ അമ്മേന്റെ വാക്കൊന്നും കേൾക്കുന്നില്ല. എനിക്കിനി അവളെ കാണണ്ടെന്നും പറഞ്ഞ് അയാൾ അമ്മേനോട് ദേഷ്യപ്പെടുന്നു. എന്നിട്ട് ആ ദേഷ്യം കൊണ്ട് അവരിപ്പോ അവിടെ പുതുതായിട്ട് ഉണ്ടാക്കിയ കുടിലില്ലേ അതിനെ തീ കൊളുത്തി അയാൾ അവിടുന്ന് പോവുകയും ചെയ്യുവാണ്. ഈ സമയം നായിക അവളുടെ അമ്മായിയമ്മയും കൂടി ഇപ്പൊ ആ കുടില് ഭർത്താവ് കത്തിച്ച് കളഞ്ഞുകൊണ്ട് അവര് പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന അവരുടെ പഴയ വീടില്ലേ, അതായത് ആ ഗ്രാമത്തിലുള്ള വീട്, അവിടേക്ക് തിരിച്ചെത്തുവാണ്. ഈ സമയത്ത് ആ ഗ്രാമത്തിലെ ആ മെയിൻ ആയിട്ടുള്ള ആൾക്കാരെല്ലാം അവിടേക്ക് എത്തി നായികൻ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ അവരുടെ ടോർച്ചറിംഗ് എല്ലാം സഹിക്കാനാവാതെ വരുമ്പോൾ നായിക അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് അവരോട് പറയുവാണ്, ശരി ഞാൻ നിങ്ങൾ പറയുന്ന കാര്യത്തിന് തയ്യാറാണ്. എന്നാൽ നിങ്ങളിൽ ആര് എനിക്ക് ഏറ്റവും കൂടുതൽ പണം തരുന്നു അവരുടെ കൂടെ ഞാൻ ഇന്ന് കിടക്ക പങ്കിടുകയുള്ളൂ. ഇത് കേട്ടത് അവർ ഓരോരുത്തരും അവരുടെ കയ്യിലുള്ള മാക്സിമം പണം അവിടെ എടുത്ത് വെക്കുവാണ്. എന്നാൽ അതിൽ കൂടുതൽ ലാല എന്ന് പറയുന്ന പണക്കാരന്റെ കയ്യിലായിരുന്നു. അങ്ങനെ അയാളുടെ നായകൻ അന്ന് സ്വന്തമാക്കുവാണ്. അടുത്ത ദിവസം രാവിലെ നായകന്റെ അമ്മായിയമ്മ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അവള് നീ എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയെന്ന് ചോദിക്കുന്നു. ഈ നാട്ടിലെ പല പെണ്ണുങ്ങളും ഈ കാര്യം ചെയ്യാറുള്ളതായിട്ട് എനിക്കറിയാം. അവരുടെ അവസ്ഥ കൊണ്ടാണ് അവ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ അവർക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. ഇത് ഇന്നലെ രാത്രി എനിക്ക് കിട്ടിയ പണമാണ്. ഈ പണം വെച്ച് അതുപോലെ കഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളെല്ലാം അമ്മ സഹായിക്കണം. ഇനി മുതൽ ഞാൻ ഈ ഒരു ലൈഫാണ് ജീവിക്കാൻ പോകുന്നത്. എങ്ങനെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. ഇങ്ങനെയെല്ലാം പറഞ്ഞ് നായിക ഒരുപാട് സങ്കടപ്പെടുന്നു. അറ്റ് ദ സെയിം ടൈം ചൗധരി എന്ന് പറയുന്ന ആ വ്യക്തി അന്ന് ആ പെൺകുട്ടിയെ കൊന്ന കേസിൽ പെട്ട് അകത്തായി പോയ അയാൾ അനിയന്മാരെ പുറത്തിറക്കാൻ വേണ്ടി ശ്രമിക്കുവാണ്. എന്നാൽ കേസ് അത്ര സ്ട്രോങ് ആയതുകൊണ്ട് അയാൾക്ക് ആ കാര്യം അത്ര ഈസി ആവുന്നില്ല. അപ്പൊ അയാളെ വക്കീല് പറഞ്ഞു കൊടുക്കുവാണ്, സാർ ആ മരിച്ച പെൺകുട്ടിയുടെ മുത്തശ്ശിനെ കണ്ട് അവരെയൊക്കെ കൊണ്ട് ഈ കേസ് പിൻവലിപ്പിച്ച അനിയന്മാർ ഈ സൈഡ് പുറത്തിറക്കാന്ന്. അങ്ങനെ ഇപ്പൊ ചൗധരി അതിനു വേണ്ടി അടുത്ത സീനില് ആ മുത്തശ്ശിനെ പോയി കണ്ട് അവരുടെ ആ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു. ഈ സമയം ആ മുത്തശ്ശി അയാളെ ഞെട്ടിച്ചോണ്ടൊരു കാര്യം തുറന്നു പറയുവാണ്. ചൗധരിക്ക് അയാളുടെ ആദ്യത്തെ ഭാര്യയിലുണ്ടായ ആ പെൺകുഞ്ഞായിരുന്നു ഈ മരിച്ചുപോയ പെൺകുട്ടി. ആ കുട്ടിക്ക് എന്തോ മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് അതിനെ ചെറുപ്പത്തിൽ തന്നെ ഇവർ ഉപേക്ഷിച്ചതായിരുന്നു. അതിനെ എടുത്തു വളർത്തിയത് മുത്തശ്ശിയായിരുന്നു. ഇപ്പൊ ഈ മുത്തശ്ശി തുറന്നു പറയുന്നത് നിന്റെ അനിയന്മാര് കൊന്നത് നിന്റെ തന്നെ മകളെയാണെന്നാണ്. ആ ക്രൂരത ചെയ്താ നിന്റെ അനിയന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് നീ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. അങ്ങനെ ഈ കാര്യം കേട്ടതും ചൗധരിക്ക് ഒരുപാട് മനോവിഷമം ഉണ്ടാവുന്നു. അങ്ങനെ അത് താങ്ങാൻ കഴിയാതെ അയാളെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു. ഇതേ സമയം തന്നെ ആ നാട്ടില് കുറേയധികം ആൾക്കാര് എന്തോ വൈറസ് ബാധിച്ച് മരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവരുടെ സാമ്പിൾസ് എല്ലാം എടുത്ത് ചെക്ക് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാവുന്നത് അവരെല്ലാം മരിച്ചിട്ടുള്ളത് HIV ബാധിച്ചാണെന്ന്. അങ്ങനെ ഇരിക്കുന്ന അതേ സമയം തന്നെ അവിടുത്തെ ഡോക്ടർ ഇല്ലേ അയാളുടെ മകൾക്കും എന്തൊക്കെ അസുഖങ്ങൾ വരുവാണ്. ചെക്ക് ചെയ്യുന്ന സമയത്ത് അവൾക്കും എയ്ഡ്സ് ആണെന്ന് മനസ്സിലാവുന്നു. ആ പെണ്ണ് മനു എന്ന് പറയുന്നൊരു പയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നു. അവനുമായിട്ട് ഫിസിക്കലി ഒന്നിച്ചതോടെയാണ് അവൾക്ക് ഈ അസുഖം ബാധിച്ചത്. അങ്ങനെ ഇപ്പൊ ഈ കാര്യം അറിഞ്ഞ ഡോക്ടർ അവളെ ഒരുപാട് തല്ലുന്നു. അങ്ങനെ അവളെ ഈ അവസ്ഥയിൽ എത്തിച്ച മനു എന്ന് പറയുന്ന പയ്യനെ ഡോക്ടർ പോയി കാണുന്നു. എന്നിട്ട് അവനെ ഒരുപാട് തല്ലുവാണ്. ഈ സമയത്താണ് ഡോക്ടർക്ക് മനസ്സിലാവുന്നത് ഈ പയ്യൻ ആരും അറിയാതെ നായികയായിട്ട് ഫിസിക്കലി ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കാര്യം അറിഞ്ഞ ഡോക്ടർ ആകെ ഷോക്ക് ആവുന്നു. കാരണം ഡോക്ടർ നായികനെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അസുഖം ഡോക്ടർക്കും ഉണ്ടാവും. ഇതേ സമയം തന്നെ ഒരുപാട് ആൾക്കാര് ഈ അസുഖം ബാധിച്ച് മരിക്കാനും തുടങ്ങുന്നു. അങ്ങനെ ഇപ്പൊ അവിടെ ഒരു വലിയ മെഡിക്കൽ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുവാണ്. അങ്ങനെ അവിടേക്ക് എത്തി ഡോക്ടർമാര് കണ്ടെത്തുവാണ് അവിടെയുള്ള ഭൂരിഭാഗം പുരുഷന്മാർക്കും ഈ അസുഖം ഉണ്ടെന്ന്. അങ്ങനെ ഈ സമയം ഡോക്ടേഴ്സ് ആദ്യമായിട്ട് ഈ അസുഖം ഈ നാട്ടിൽ വന്നത് ആർക്കാണെന്ന് ചോദിക്കുവാണ്. അപ്പൊ എല്ലാവരും നായകന്റെ കാര്യം പറയുന്നു. അപ്പൊ നായകനെ അവിടേക്ക് എത്തിച്ച് നായകനെ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യുവാണ്. അപ്പൊ നായകൻ അങ്ങനെ ഒരു അസുഖേ ഇല്ല എന്നുള്ള കാര്യം അവർ കണ്ടുപിടിക്കുന്നു. അങ്ങനെ നായകന്റെ റിപ്പോർട്ടിനെ പറ്റി എല്ലാം അറിഞ്ഞ നാട്ടുകാര് അന്ന് നായകന്റെ ടെസ്റ്റ് നടത്തിയ ഡോക്ടറില്ലേ അവിടുത്തെ ഡോക്ടർ അയാളെ നാട്ടുകൂട്ടത്തിൽ വിളിച്ചു വരുത്തി അയാളോട് അതിനെ പറ്റി ചോദിക്കുവാണ്. അപ്പൊ അങ്ങനെ ഒരു പച്ചക്കള്ളം പറയാനുണ്ടായ കാരണത്തിനെ പറ്റിയല്ല ആ ഡോക്ടർ ഇപ്പൊ അവരോട് തുറന്നു പറയുന്നു. ഇത് കേട്ട നാട്ടുകാർക്ക് ദേഷ്യം വന്ന് നാട്ടുകാർ അയാളെയും അയാളുടെ കൂടെ നിന്ന ബാക്കി ആൾക്കാരെയും അവിടുന്ന് തല്ലി ഓടിക്കുന്നു. കാരണം നായകനെ സ്വന്തമാക്കാൻ വേണ്ടി അവരങ്ങനെ ഒരു കളി കളിച്ചപ്പോ അതിലൂടെ ഈ നാട്ടുകാരടക്കം പെട്ടുപോയി. കാരണം ഇപ്പൊ നാട്ടുകാരിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ആ അസുഖം വന്നില്ലേ. ഇതേ സമയം നമ്മുടെ നായകനാണെങ്കിൽ അവന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുവാണ്. എന്നാൽ ഈ സമയമാണ് നായകൻ മനസ്സിലാക്കുന്നത് അവന്റെ ഭാര്യ അതായത് നമ്മുടെ നായകൻ മരിച്ചു പോയെന്ന്. അതെ അവളും ആ അസുഖം കൊണ്ട് വീട്ടിൽ മരിച്ചു കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഈ കാഴ്ച കണ്ട് നായകൻ ഒരുപാട് സങ്കടത്തോടുകൂടി കരയുന്നു. അടുത്ത സീനിൽ അവളെ സംസ്കാര ചടങ്ങുകളെല്ലാം നടത്തുവാണ്. അങ്ങനെ ഈ ഒരു സീക്വൻസ് കൂടി കാണിച്ചുകൊണ്ടാണ് ഈ മൂവി എൻഡ് ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ് ഈ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ഈ മൂവി കണ്ട നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.